ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ശംഖുമുഖത്ത് നടന്ന ഇന്ത്യൻ നേവിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സലിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഈവനിങ് ശംഖുമുഖത്ത് പോയിരുന്നു. അവിടെ ഇന്ത്യൻ നേവി ഡേ ആണ് ഈ 3-ാം തീയതി ഡിസംബർ 3-ന്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു റിഹേഴ്സലായിരുന്നു ഇന്ന് ഇപ്പോൾ 2 ദിവസം കൊണ്ട് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പോയത്. നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് എല്ലാം കണ്ടത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് ഇന്ത്യൻ നേവിയുടെ ഷിപ്പും അവരുടെ സ്പീഡ് ബോട്ടും എല്ലാം. ഓരോരുത്തരും അതിശയത്തോടു കൂടിയാണ് അതൊക്കെ കണ്ടു നിന്നത്. കാരണം അത്രയും നമ്മൾ ആദ്യമായിട്ട് ഈ ഹെലികോപ്റ്റർ ഫ്ലാഗായിട്ട് വരുവാണ്. ഒരുപാട് ഒരുപാട് ഹെലികോപ്റ്റർ, ഷിപ്പ്, സ്പീഡ് ബോട്ട്, പാരച്യൂട്ടിലൊക്കെ ജെറ്റൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ഒരു റൊമാൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് കറക്റ്റ് സെന്റർ. ഓരോരുത്തർക്കും ഒരു അഭിമാന നിമിഷമാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണിത്. കാരണം നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കണം. നമുക്ക് പ്രൗഡ് മോമെൻ്റ്. പിന്നെ ഇത് 3-ാം തീയതിയാണ് മെയിൻ ഇത് സംഭവം നടക്കുന്നത്. അപ്പം കാണാൻ പറ്റുന്നവരെല്ലാവരും മാക്സിമം കണ്ടിരിക്കുക. എല്ലാവരും ഈ ടൈം യൂട്ടിലൈസ് ചെയ്യണം. മാക്സിമം ടേക്ക് ഓഫ് ചെയ്യുന്ന മൊമെൻ്റാണിത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര കയ്യടിയും ബഹളമൊക്കെയാണ് ഈ സമയത്തൊക്കെ. കാരണം ഒരു ജെറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കണ്ടവർ കാണും. പക്ഷേ ഇതൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ മൊമെൻറ്റ്സാണ്. ഹെലികോപ്റ്റർ വരുന്നു, ഷിപ്പ് വരുന്നു, ഒരുപാട് ഹെലികോപ്റ്ററുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിലും കൂടുതൽ ആൾക്കാരായിരിക്കും 3-ാം തീയതി. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കാണണം. ഒരുപാട് ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് എല്ലാവരും മാക്സിമം കാണാൻ വേണ്ടി വരണം. അത് നല്ല ഫയർ വർക്ക്സ് ഒക്കെയാണ്. ഭയങ്കര അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. അവനും ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. എല്ലാവരും എല്ലാവർക്കും ഇതൊക്കെ ഫസ്റ്റ് മൊമെൻ്റാണ്. പിന്നെ സബ്മറൈൻ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്. ഒരു വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊക്കെ ചെറുതായിട്ട് തോന്നി. പക്ഷേ അത്യാവശ്യം നല്ല വലുതാണ്. പായ്ക്കപ്പൽ, ഇന്ത്യൻ ഫ്ലാഗ് ലൈറ്റിലൊക്കെ ആയിട്ടാണ് കൂടി പായ്ക്കപ്പൽ വന്ന് 2 പായ്ക്കപ്പലുണ്ടായിരുന്നു. ഇതായിരുന്നു ലാസ്റ്റായിട്ട് വന്നത്. ലൈറ്റ് തെളിയിച്ചുകൊണ്ട് പോയി. പിന്നെ കുഞ്ഞിതാ ഭയങ്കര ക്യാമറയിലോട്ട് നോക്കുന്നില്ല. അവൻ ഫുള്ള് ബീച്ചിൽ തന്നെ നോക്കുന്നത്. കാരണം ഓരോന്ന് കണ്ട് അപ്പോഴും ബാക്കിൽ ഹെലികോപ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഷിപ്പെല്ലാം ഫയർ വർക്ക്സൊക്കെ നടത്തുന്നതാണ്. ഷിപ്പെല്ലാം ലൈറ്റൊക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് മൊമെൻ്റാണ് ഇതെല്ലാം. 11 ഷിപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി അവിടെ. പിന്നെ ഹെലികോപ്റ്ററൊക്കെ എണ്ണാൻ പോലും പറ്റിയില്ല. ഷിപ്പ് അവസാനം ഇങ്ങനെ എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടതാണ്. നല്ല അതൊക്കെ നിങ്ങൾ കാണണം, കണ്ടിരിക്കണം ഒരിക്കലെങ്കിലും. ഇപ്പോഴെന്നല്ല, പിന്നെ എപ്പോഴാണെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഷിപ്പെല്ലാം കൊണ്ടുവന്ന് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ എന്തുമാത്രം അത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണാൻ വിഷമിക്കേണ്ട. ഇതുവഴി ഒക്കെ കാണണം. ലാസ്റ്റത്തെ ഫയർ വർക്ക്സാണിത്. ഇതോടെ ഏകദേശം എല്ലാം ക്ലോസ്ഡ് ആയി തീർന്നു. ഇനി ഇതേപോലെ തന്നെ നാളെയും ട്രയലുണ്ട്. മറ്റന്നാളാണ് മെയിനായിട്ട്, 3-ാം തീയതിയാണ് മെയിനായിട്ട് വരുന്നത്.
അപ്പോൾ ഇത് അവസാനത്തെ ഫയർ വർക്ക്സും കഴിഞ്ഞു. പിന്നെ അവൻ ആവശ്യമുള്ളതെല്ലാം അവനെടുത്തുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകുവാണ്. അപ്പോൾ എല്ലാവരും പോകാൻ പറ്റുന്നവർ മാക്സിമം പോയി കാണണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.